ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. തലയുയർത്തി നിൽക്കുന്ന STS ക്രെയിനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 35നെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഒരാഴ്ചയായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോർട്ടിൽ വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് വെരി സോറി. നമുക്കിന്ന് മെയിനായിട്ട് നോക്കേണ്ടത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും അപ്ഡേഷൻ സ്റ്റാറ്റസാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനാണ്. നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ കഴിഞ്ഞ വീഡിയോയിൽ കൂടി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതൊരു സന്തോഷമുള്ള വാർത്തയാണ്, ഇഞ്ചിൻലെസ് ബാർജ് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഈ പോർട്ടിന് പേരലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ഹെവി ഈ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ച് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ബലപ്പെടുത്തുന്നതിനാവശ്യമായി ഹെവി നാച്ചുറൽ സ്റ്റോൺ പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആ പണികളെല്ലാം, ആ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. കാരണം ഈ സ്ഥലത്തെല്ലാം ഹെവി സ്റ്റോണുകൾ ഫില്ല് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 98% അല്ലെങ്കിൽ 99% കംപ്ലീറ്റ് ആയി എന്ന് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ കടലിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഭാഗത്ത് ആക്രോപോഡ് മാത്രം ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള ഹെവി ക്രെയിൻ, ആ പച്ച നിറത്തിലുള്ള ക്രെയിൻ നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ആ ക്രെയിൻ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ആ ക്രെയിൻ ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക് വന്നിരിക്കുന്നു. അതൊരു സന്തോഷമായ വാർത്തയാണ്. കാരണം എൻഡ് പോർഷൻ വരെ അപ്പർ സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബ്രേക്ക് വാട്ടറിൻ്റെ ആക്രോപോഡ് ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഇനി നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അകത്തുകൂടി 10 മീറ്റർ വീതിയിലൊരു റോഡുണ്ട്. ആ റോഡിൻ്റെ വർക്കുകളാണ് നമ്മുടെ ഈ പറയുന്ന ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ധാരാളം നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പോൾ ആക്രോപോഡുമായിട്ട് ലോറികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആക്രോപോഡ് ഫൈനൽ വർക്ക് തന്നെയാണ്. ഈ ആക്രോപോഡും ഹെവി സ്റ്റോണുകളും ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തിരമാല വന്നാലും ബ്രേക്ക് വാട്ടറിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആക്രോപോഡും നാച്ചുറൽ സ്റ്റോണുകളും ബ്രേക്ക് വാട്ടറിന് ഉപയോഗിച്ച് വരുന്നത്. ആ വർക്കുകൾ 99% കംപ്ലീറ്റായി എന്ന് തന്നെ നമുക്ക് ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഇവിടെ നോക്കിക്കൊണ്ടോ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ക്ലിയർ ആക്കിയിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത്, നമ്മളെ ഈ ബെർത്തിൻ്റെ 800 മീറ്ററുള്ള ബെർത്തിന് ഏതാണ്ട് 720 മീറ്ററോളം കംപ്ലീറ്റ് ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ബെർത്തിൻ്റെ എൻഡ് പോർഷനിലും യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു സ്റ്റോൺ കൊണ്ടുള്ള ബാരക്കേഡ്, നമ്മൾ ഈ കാണുന്നത് ഇവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിരുന്നു. അവിടത്തേക്ക് കൊണ്ടുപോകാൻ ലോറികൾ, അതായത് അവിടത്തേക്ക് സ്റ്റോണുമായിട്ട് വന്ന ലോറികളാണ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ആ സ്റ്റോണുകൾ വ്യക്തമായിട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഹെവി ക്രെയിനുകളും അവിടെയുണ്ട്. ഷെൻഹുവ 35 നമുക്ക് കാണാൻ സാധിക്കുന്നു. യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. കാരണം യാർഡ് എക്സ്റ്റൻഷന് ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ, അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയേണ്ട, ഇനി ട്രെഡ്ജ് ചെയ്ത മണലിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. കാരണം ആവശ്യത്തിന് ട്രെഡ്ജിങ് മണൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായി പോയി കഴിഞ്ഞാൽ നമുക്കത് മിഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പൂർണ്ണമായി പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇൻ്റർലോക്ക് ഇട്ട് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകൾ പൂർണ്ണതോതിൽ കംപ്ലീറ്റിംഗ് വർക്കിലേക്ക് തന്നെ പോകുകയാണ്. ഓണത്തിന് നമ്മുടെ പുതിയ ഷിപ്പ്, അതായത് ഓണത്തിന് ഓണസമ്മാനമായി കണ്ടെയ്നറുമായി ഷിപ്പ് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇങ്ങനെ വർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഓണത്തിന് തന്നെ ആയിരിക്കും പുതിയ ഷിപ്പ് വരുന്നത്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ 4 or 5 വ്യൂ നിന്നായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വ്യൂ ആണെങ്കിൽ ഇനി 2-3 വ്യൂയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ഒരാഴ്ച കൊണ്ട് എന്തൊക്കെ അപ്ഡേഷൻ നടന്നു, പോർട്ടിൽ എന്തൊക്കെ അപ്ഡേഷൻ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ ഒരു അപ്ഡേഷനിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണിത്. നമ്മളിത് പോർട്ടിനകത്ത് നിന്നും യാർഡിലേക്ക് നോക്കുന്ന വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ഷൂട്ട് ചെയ്താവട്ടെ കടലിന് അഭിമുഖമായി നമ്മുടെ ഈ പറയുന്ന യാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, അതായത് യാർഡിൻ്റെ എൻഡ് പോർഷൻ, അതായത് ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും ബ്രേക്ക് വാട്ടർ പോലെ തന്നെ യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പോർട്ടിനകത്ത് നിന്നും യാർഡിലേക്ക് നോക്കുമ്പോൾ ഉള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കണ്ട പോർട്ടിലെ ബിൽഡിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. നേരത്തെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് മൂടിക്കിടന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ക്ലിയർ ആയ വിഷ്വലാണ് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ.
നേരത്തെ നമ്മളെ വീഡിയോയിലൊന്നും അതില്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ഇതിലൊരു വ്യത്യാസമുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയും വളരെ കൂടുതലായിട്ട് നാച്ചുറൽ സ്റ്റോണുകൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ടോ. ഈ ഭാഗത്തെല്ലാം ഡംപ് ചെയ്തിട്ടുണ്ട്. ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഡംപ് ചെയ്യുന്നുണ്ട്. അത് ലോറികളിലേക്ക് കൊണ്ടും പോകുന്നുണ്ട്. ഇവിടെ തരം തിരിച്ച് ഡംപ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ, ധാരാളം സ്റ്റോണുകളുണ്ട്. ഈ ഭാഗത്ത് ധാരാളം സ്ലാബുകളുണ്ടായിരുന്നു. അതായത് ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളാണ് വളരെ കൂടുതലുണ്ടായിരുന്നത്. അതെല്ലാം ലോറിയിലെ നമ്മുടെ ബെർത്തിലേക്ക് പോയിരിക്കുന്നു. അതായത് ബെർത്തിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഏതാണ്ട് 750 മീറ്ററോളം കംപ്ലീറ്റ് ആയി കാണും. നമുക്കത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് മാത്രമേ ബെർത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. ഏതാണ്ട് 750 മീറ്ററോളം കംപ്ലീറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് തൊട്ട് താഴെ കാണുന്നത് നമ്മളെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളാണ്. ആ വ്യൂയിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഉള്ള വ്യത്യാസങ്ങളാണ്, നമുക്ക് ഒരാഴ്ചയിലൊന്ന് വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കുന്നത്. യാർഡ് ക്രെയിനുകളെ കൊണ്ട് നിറഞ്ഞ യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളെയും കൊണ്ട് നിറഞ്ഞ പോർട്ടിനെ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, E02 D02 A02 അങ്ങനെ A മുതൽ ABCDE അങ്ങനെ 5 സീരീസിലുള്ള ക്രെയിനുകളെ കൊണ്ട് നിറഞ്ഞ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടാണ്. നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ വ്യൂവിലേക്ക് നമുക്കത് പോകാൻ സാധിക്കും. കണ്ടോ, ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള വിഷ്വൽ. പല ക്രെയിനുകളും നമ്മുടെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെയ്നർ പിക്ക് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയൊക്കെ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിഷ്വലും ഉണ്ട്. ഇതാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, കുറച്ചുകൂടി നമുക്ക് ഹൈറ്റുള്ള പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതാ ഈ പറയുന്ന പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം ഉണ്ടോ പൂർത്തിയാക്കിയിരിക്കുന്നു. ഉണ്ടോ, കുറച്ച് താഴോട്ടിറങ്ങിയെന്ന് വീഡിയോ എടുക്കാം. ഇത് വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ കുറച്ച് സ്ലാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഭാഗത്തുള്ള വിഷ്വൽ. കുറച്ചുകൂടി താഴോട്ടിറങ്ങി നിന്നാൽ നമുക്ക് കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽ വിഷ്വലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് നിന്നാൽ കണ്ടോ, നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഫൈനൽ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. ഉണ്ടോ, ഇനി നമുക്ക് അടുത്ത 2-3 വിഷ്വൽ നിന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല, അടുത്തൊരു ചെറിയ സൂമിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് PO ബിൽഡിംഗ് കാണാൻ സാധിക്കും. ഇതാണ് PO ബിൽഡിംഗ്. PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ കാണുന്നത്. അത് കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, PO ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ. ആ വർക്കെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഉണ്ടോ, ഇതാ യാർഡ് ക്രെയിനുകളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കോമ്പൗണ്ട് വളന്തായി ക്രെയിനുകളുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അടുത്ത 2-3 വിഷ്വലിലേക്ക് പോകാം. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളുണ്ടോ. ഈ ഭാഗത്തെല്ലാം കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഉണ്ടോ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് ഞാനുള്ളത്. ഇങ്ങൻ്റെ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെയിനുകളെ കൊണ്ട് നിറഞ്ഞ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയേണ്ടി വരും. വളരെ മനോഹരമാണ്. അതുമാത്രമല്ല, കുറച്ച് മുന്നോക്കി ഷൂട്ട് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. നമ്മുടെ ബെർത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ്. അവിടെ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. A മുതൽ E വരെയുള്ള സീരീസിലെ ക്രെയിനുകളാണ്, യാർഡ് ക്രെയിനുകളാണ് മുന്നിൽ നിരയായിട്ട് കാണാൻ സാധിക്കുന്നത്. മിക്ക ക്രെയിനുകളും എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നു, അൺലോഡ് ചെയ്യുന്നതൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാവുന്നതാണ്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള വിഷ്വല്. വളരെ ദൂരെയായിട്ട് ബെർത്തിൻ്റെ പണികൾ കാണാം. ഈ പറയുന്ന ക്രെയിനുകളുടെ ഇടയിൽ കൂടി ഷെൻഹുവ 35 നമുക്കിവിടെ വന്നാൽ കാണാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമെല്ലാം നാച്ചുറൽ സ്റ്റോണുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഭാഗമെല്ലാം ഇപ്പോൾ വേക്കൻ്റ് ആയത് കാണാൻ സാധിക്കുന്നു. ആ ഒരു വ്യൂയിലേക്ക് നമുക്ക്, ആ വിഷ്വലിലേക്ക് നമുക്ക് പോകാം. ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന വിഷ്വലാണ്. ഇവിടെ ധാരാളം സ്ലാബുകളൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ വീഡിയോയിലേക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാ സ്ലാബുകളും നമ്മുടെ ബെർത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഈ ഭാഗത്താണ് കുറച്ച് സ്ലാബുകൾ ഇനി ഉള്ളത്. അത് നമുക്കിവിടെ നിന്ന് കാണാം. കണ്ടോ, ഈ ഭാഗത്താണ് കുറച്ച് ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ. അതെല്ലാം ക്രെയിൻ ഉപയോഗിച്ച് വലിയ ലോറികളിലെ ബെർത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു കാണാൻ സാധിക്കും. കണ്ടോ, നേരത്തെ ഞാൻ പോർട്ടിനകത്ത് പ്രവേശിച്ചപ്പോൾ അങ്ങനെ കൊണ്ടുപോയിരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്കുകൾ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം ഹെവി റോക്കുകൾ വളരെ കൂടുതലായിട്ട് ഇവിടെ ഡംപ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഈ വെയിറ്റ് ബ്രിഡ്ജ് പണിയുന്ന ആ സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ബ്രിഡ്ജിലെ വെയിറ്റ് നോക്കിയിട്ടാണ് ലോറി നമുക്ക് കാണാൻ സാധിക്കും പോർട്ടിനകത്തോട്ട് സ്റ്റോണുമായിട്ട് ഈ പറയുന്ന ലോറികൾ കടന്നു പോകുന്നത്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള വിഷ്വൽ. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. ഈ ഭാഗത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ മുന്നിൽ ധാരാളം നാച്ചർ സ്റ്റോണുകളാണ് ഈ ഭാഗത്ത് കൂട്ടിയിട്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ നാച്ചർ സ്റ്റോൺ ഒന്നും കാണാൻ സാധിക്കില്ല. എല്ലാം നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ആ ഭാഗത്തേക്കും പിന്നെ ഈ പറഞ്ഞ യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗത്തേക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്നും നാച്ചർ സ്റ്റോൺ ഇല്ല. കണ്ടോ, നമുക്ക് ബാക്ക് എൻഡായിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് എഞ്ചിൻലെസ് ബാർജ് പോകുന്നത്. ഇപ്പോൾ എഞ്ചിൻലെസ് ബാർജ് ഇവിടെ ഉണ്ട്. ഒരു ചെറിയ എഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോണും കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ. അതാ വേക്കൻ്റായ എഞ്ചിൻലെസ് ബാർജെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എഞ്ചിൻലെസ് ബാർജിൽ കുറച്ച് സ്റ്റോണും ഉണ്ട്. ഇത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണിത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ നമ്മളെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം വരുന്നതേ ഉള്ളൂ. കണ്ടോ, ആ ഭാഗത്ത് അവിടെ എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഭാഗത്ത് കോമ്പൗണ്ട് വാൾ ഇവിടെ തിരിഞ്ഞാണ് പോകുന്നത്. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ വർക്കുകളെല്ലാം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കാണാൻ സാധിക്കണ്ടോ. ഇവിടെ നമ്മുടെ പോർട്ടിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഗേറ്റും ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയും കാണാൻ ചാൻസ് ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. ഇതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്ന വിഷ്വൽ. പിന്നെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പോർട്ടിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ധാരാളം ട്രെയിനുകളും കണ്ടെയ്നറുകളും നിരനിരയായി അല്ലെങ്കിൽ കറക്റ്റ് വശത്ത് കണ്ടെയ്നർ അതാത് സ്ഥലത്ത് വെച്ചിരിക്കുന്നത് പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന STS ക്രെയിൻ കൊണ്ട് നിറഞ്ഞത് കാരണം കാണാൻ നല്ലൊരു ഭംഗിയാണത്. ഫുള്ള് നീലമയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിഷ്വൽ. ഇനി നമുക്കൊരടുത്തൊരു വിഷ്വലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക് വാട്ടറും ഈ ക്രെയിനുകളുടെ സീരിയൽ നമ്പറെല്ലാം വളരെ വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു ഹൈറ്റുള്ള പ്ലേസിലേക്കാണ് നമ്മൾ അടുത്ത വിഷ്വലിലേക്ക് പോകുന്നത്. നമുക്കിനി അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫേസിലെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജിൻ്റെയും ലോറികളുടെയും മൂവ്മെൻറ്റൊക്കെ വളരെ കുറച്ച് തന്നെ ആയിരിക്കും. കാരണം ഫിനിഷിംഗ് വർക്കിലേക്കാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആ മാറ്റം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും ഞാൻ വരുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്കാണെങ്കിൽ ഇത് ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഒരു 3 മണിയായിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് പൊസിഷൻ ബാർജ് കാണാവുന്നതാണ്. അത് മാത്രമല്ല അതിനോട് ചേർന്ന് നമ്മുടെ ട്രഡ്ജർ മെഷീനും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഈ ഭാഗത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് വാളുണ്ടോ, വളരെ ദൂരെയായിട്ട് കോമ്പൗണ്ട് വാള് ഒറ്റ സ്ട്രക്ചറായിട്ടുണ്ടോ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പല ഭാഗത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് മുറിഞ്ഞ് മാത്രമാണ് കോമ്പൗണ്ട് വാൾ കാണാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഫുൾ ലെന്തായിട്ട് നമുക്ക് അത് കാണാൻ പറ്റുന്നു. കോമ്പൗണ്ട് വാൾ കാണാൻ പറ്റുന്നു. കോമ്പൗണ്ട് വാളിൻ്റെ തൊട്ട് താഴെ 2 വർക്കിംഗ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും. ആ ഭാഗത്താണ് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് പണി നടക്കുന്നത്. അവിടെ എല്ലാം ലെവലാക്കിയിരിക്കുന്നു ആ ഭാഗത്തെല്ലാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചർ സ്റ്റോണുകൾ വളരെയധികം കൂട്ടിയിടുന്ന ഭാഗത്തെല്ലാം വേക്കൻ്റ് ആയിരിക്കുന്നു. വളരെ ക്ലിയർ ആയിരിക്കുന്നു ആ ഭാഗത്തെല്ലാം. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ കുറച്ചായിട്ട് 1-2 ഈ പറഞ്ഞ എഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പിന്നെ നമ്മുടെ പോർട്ടിനകത്ത് തന്നെ സ്പ്ലിറ്റ് ബാർജ് അവിടെ ഉണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഭാഗത്തു നിന്നാൽ വിഷ്വൽ. ഇനി നമുക്ക് വളരെ ദൂരെയായിട്ട് STS ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. STS ക്രെയിന് എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന ആ ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് ആ ഒരു വിഷ്വലിലേക്ക് പോകുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിഷ്വലിലേക്ക് നമുക്ക് നോക്കാം. ഉണ്ടോ, വളരെ ദൂരെയായിട്ട് എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് STS ക്രെയിൻ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉണ്ടോ, അപ്പോൾ നമ്മൾ യാർഡ് ക്രെയിന് വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ പറയുന്ന കണ്ടെയ്നർ പിക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നീക്കുന്നതെല്ലാം കാണാൻ സാധിക്കുമെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ STS ക്രെയിന് കണ്ടെയ്നർ പിക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അവിടെ ചെറിയ നമ്മൾ ഈ പറയുന്ന ബാർജിലാണ് കണ്ടെയ്നർ അവിടെ കൊണ്ടുപോയിട്ട് ഇത് പിക്ക് ചെയ്യുന്നത്. ഉണ്ടോ, വളരെ ഫാസ്റ്റായിട്ടാണ് കണ്ടെയ്നർ പിക്ക് ചെയ്ത്
ഹൈറ്റാക്കാൻ എനിക്കൊന്ന് 40 ഫീറ്റ് കണ്ടെയ്നർ ആവാനാണ് ചാൻസ് വളരെ കൂടുതൽ. അത് അകത്തോട്ട് വരുന്നത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കേട്ടോ, ഇത് അകത്തോട്ട് വരുന്നു. ഇതുപോലെ തന്നെയാണ് ഷിപ്പിൽ നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്ത് അകത്ത് നമ്മുടെ യാർഡ് ഭാഗത്തേക്ക് വരുന്നത്. യാർഡ് ഭാഗത്തേക്കോ ഡയറക്റ്റ് ലോറിയിലായിരിക്കും ഈ പറയുന്ന കണ്ടെയ്നർ പോകുന്നത്. യാർഡ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ യാർഡ് ക്രെയിൻ ഉപയോഗിച്ചാണ് പിക്ക് ചെയ്ത് അകത്തോട്ട് വയ്ക്കുന്നത്. ഉണ്ടോ, ഇതാണ് STS ക്രെയിനിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റിങ്. ഇങ്ങനെ എല്ലാ STS ക്രെയിനും എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള യാർഡ് ക്രെയിൻ ആണെങ്കിൽ STS ക്രെയിന് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണത്. കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കാം. ഉണ്ടോ, ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല നമുക്കിവിടെ വന്നാൽ വേറൊരു കാഴ്ചയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വളരെ പൂർണ്ണമായിട്ട് തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് ഭാഗം വരെ ഉണ്ടോ, 2 ടക്ക് ബോട്ടുകളെയും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞതാ ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ വരെ നമുക്കൊരു സൂം ചെയ്യാതെ തന്നെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. 2960 മീറ്റർ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ 100% കംപ്ലീറ്റ് ആവാൻ വേണ്ടി. സൂം ഔട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ച. ഞാൻ ഈ പറഞ്ഞൊരു ഫ്രെയിമാണ് STS ക്രെയിനും യാർഡ് ക്രെയിനും വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ABCDE അങ്ങനെ 5 സീരീസിലുള്ള യാർഡ് ക്രെയിനുകൾ നിരയായിട്ട് നിരത്തി നിർത്തുന്ന കാഴ്ച. അതിനോടൊപ്പം നമ്മുടെ ബെർത്തിനോട് ചേർന്നിട്ടുള്ള STS ക്രെയിനുകളും അതും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഇതാണ് ഈ ഭാഗത്ത് നിന്നിട്ട് കാണാൻ പറ്റുന്ന വിഷ്വൽ. ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് നമുക്ക് അടുത്തിനി 3 യാർഡ് ക്രെയിനുകളും 2 STS ക്രെയിനുമായിട്ട് ഷെൻഹുവ 34 എന്ന് പറയുന്ന ഷിപ്പ് ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ആ സ്റ്റാറ്റസിലേക്ക് പോകാം. ഷെൻഹുവ 35 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൻ്റെ പോർട്ടിൽ നിന്നും ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ആ ഒരു ഡീറ്റെയിൽ ആയപ്പോൾ തന്നെ ഞാൻ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഷിപ്പ് എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ഷെൻഹുവ 35 തായ്വാൻ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. നമുക്ക് ഷെൻഹുവ 34ൻ്റെ സ്റ്റാറ്റസിലേക്ക് പോകാം. സ്പീഡ് ആവട്ടെ 12.9 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 5/16/2024 3:30 PM ആണ്. അത് ഞാൻ ഇൻഫോർ റിസീവ് ചെയ്യുന്നത് 5/2/2024 2:55 PM ആണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ്റെ ആദ്യമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.